ഓക്കെ, ഹലോ എവരി വൺ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ ഒരു തിയറി ഏരിയയൊക്കെ ഒന്ന് നോക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിയറി പാർട്ടിൻ്റെ എന്തെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്താണ് LLP തീരുന്നില്ല, ബട്ട് സ്റ്റിൽ ഇനി അങ്ങോട്ടെല്ലാം പ്രോബ്ലം ബേസ്ഡ് തിയറീസൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. സിലബസ് ചേഞ്ചിനെ കുറിച്ച് കുറേ ചർച്ചകൾ നടന്നു. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരു കൺക്ലൂഷൻ വന്നു എന്ന് പറയാറായിട്ടില്ല. എന്തെങ്കിലും മാറ്റം വരുമോ, അവരുടെ അപ്രോച്ചിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. എന്തായാലും ഉടനെ തന്നെ നമ്മൾ തിയറിറ്റിക്കൽ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം. പേടിക്കേണ്ട, നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്ത പോലെ എല്ലാത്തിൻ്റെയും ഓരോ സിമ്പിൾ ബേസിക്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉറപ്പാക്കി നമ്മൾ ക്ലാസ്സസ് പോകാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് LLP എന്ന് പറഞ്ഞാൽ വളരെ റീസെൻ്റായിട്ട് വന്നൊരു കമ്പനി ഫോം. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷം വന്നു എന്നല്ല, എന്നാലും പല ബിസിനസ് ഫോമിനെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ LLP എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ലേറ്റസ്റ്റ് ആണ്. 2008 LLP വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് LLPയുടെ പ്രത്യേകതകൾ എന്താണ്? ഇത് പഠിക്കുക എന്ന ഉദ്ദേശത്തിന് ഉപരി നാളെ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളൊരു സാധനത്തിലേക്ക് നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, LLP എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫോം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് കേട്ടിട്ടിരിക്കുന്ന ഏതെങ്കിലും രണ്ടുപേരും ഉടനെ ഓടിച്ചെന്നൊരു ഡീഡ് ഉണ്ടാക്കി അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ചേർത്ത് ഒരു ഒപ്പുവെച്ചങ്ങ് ചെയ്താൽ അവിടെ എന്തായി, പാർട്ട്ണർഷിപ്പ് ഫോമായി. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്രയ്ക്ക് എളുപ്പമല്ല ഒരു കമ്പനി തുടങ്ങുക. ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് തുടങ്ങാൻ ഒട്ടും എളുപ്പമല്ല. പ്രൈവറ്റ് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം, എന്നാലും അത്ര എളുപ്പമല്ല. രജിസ്ട്രാർ ഓഫ് കമ്പനിയിലേക്ക് പോകണം. നമ്മൾ കമ്പനിക്ക് പേര് കണ്ടുപിടിക്കണം. അത് വേറെ ആരുള്ള പേരാവാൻ പാടില്ല. ലോഗോ അതിലും വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത്രയും ഡയറക്ടേഴ്സ് കാണണം, പിന്നെ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഓരോരോ നിയമക്കുരുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മിനിമം കുറച്ച് തുക, ഒരു 1 ലക്ഷം രൂപയെങ്കിലും രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ LLP എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്നൊരു സാധനമാണ്. അതായത് കമ്പനി പോലെ തുടങ്ങാൻ ബുദ്ധിമുട്ടുമില്ല, എന്നാൽ കമ്പനിയുടെ പല ബെനിഫിറ്റുകളുണ്ട് താനും. അതൊരു ബേസിക്കലി ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഇൻ ദ ഫോം ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ പല ബെനിഫിറ്റ്സും പാർട്ട്ണർഷിപ്പിൻ്റെ പല ബെനിഫിറ്റ്സും മിക്സ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, LLP വരുന്നത്. അപ്പോൾ LLP എന്താണെന്ന് മനസ്സിലാക്കുക അത്യാവശ്യമാണ്. സോ വാട്ട് ഈസ് LLP? LLP ഈസ് എ കമ്പൈൻഡ് ഫോം ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി വിചാരിച്ചോ. ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് വൈക്കോമേഴ്സ് തുടങ്ങിയത്. വൈക്കോമേഴ്സിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മൾ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരു 7 പേരുണ്ട്. നമ്മൾ 7 പേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് തുടങ്ങുന്നത്, ഒരു പാർട്ട്ണർഷിപ്പാണ്. LLP അല്ല, പാർട്ട്ണർഷിപ്പായിട്ട് എന്ത് തുടങ്ങുകയാണ്, വൈക്കോമേഴ്സ് തുടങ്ങി. ഈ കമ്പനിക്ക് ഈ വർഷം ഒരു 1 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായി വിചാരിക്കാം. 1 ലക്ഷം രൂപ നഷ്ടമുണ്ടായാൽ എൻ്റെ കമ്പനിക്ക് 1 ലക്ഷം രൂപ ഈ വർഷം നഷ്ടം ഉണ്ടാവുകയാണ്. എൻ്റെ കമ്പനിയിലൊരു 10 പേരുണ്ട്. ഓക്കെ, 10 പേരും തുല്യമായിട്ട് ക്യാപിറ്റൽ ഇട്ടിട്ടാണ് ഈ കമ്പനി തുടങ്ങിയതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ ഉണ്ടായ 1 ലക്ഷം രൂപയുടെ നഷ്ടം ആര് സഹിക്കണം? ഈ 10 പേരും ഈക്വലായിട്ട് വീതിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ തുടങ്ങിയത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയതുകൊണ്ടാണ്. ഇതേ സമയം ഒരു കമ്പനി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ, വൈക്കോമേഴ്സ് എന്നതിനെ പാർട്ട്ണർഷിപ്പ് ഫേം എന്നതിൽ നിന്ന് കമ്പനിയായിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഇത് കമ്പനി ആയിരുന്നുവെങ്കിൽ ദ ലയബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഓണേഴ്സ്, ഇവിടെ നമ്മളെ പാർട്ട്ണർഷിപ്പിൽ എല്ലാവരും പാർട്ട്നേഴ്സാണ്. ഒരു കമ്പനി ആകുമ്പോൾ നമ്മൾ എന്തായി മാറും? ഓണേഴ്സായി മാറും. ഓണേഴ്സ് എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ലയബിലിറ്റി എന്തിലേക്ക് ചുരുങ്ങുകയാണ്? നമ്മൾ എത്രയാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് ലയബിലിറ്റി വരത്തില്ല. വാട്ട് എവർ ബി ദ ലോസ് ദാറ്റ് ദ കമ്പനി മേക്സ്. അതാണ് ഒരു കമ്പനി ഫോമിൻ്റെ പ്രത്യേകത. 1 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞ് ഇങ്ങനെ വീതിച്ചെടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. എത്രയാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര എന്ത് വരത്തുള്ളൂ, നമുക്ക് നഷ്ടമാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കമ്പനിയിലേക്ക് ഒരു 1000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ 1000 രൂപ പോവും എന്നല്ലാതെ 10,000 രൂപ ഓരോരുത്തരും നഷ്ടം വഹിക്കണം. അതുകൊണ്ട് ഈ 1000 പോരാനിട്ട് 9,000 വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നൊന്നും ആരും നമ്മളടുത്ത് പറയത്തില്ല. വെൻ ഇറ്റ് ഈസ് എ കമ്പനി. പക്ഷേ അതൊരു പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിലോ തീർച്ചയായിട്ടും എൻ്റെ ബാധ്യത, ഈ കമ്പനിയിലെ 10 ഓണേഴ്സിൽ ഒരാളെന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണ്. ഞാൻ 1000 രൂപ ഈ കമ്പനിയുടെ ക്യാപിറ്റലിലേക്ക് ഇട്ടിട്ടുള്ളെങ്കിൽ കൂടി കമ്പനി 1 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് 10,000 രൂപ വെച്ച് നമ്മൾ വിധിച്ചെടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് 9,000 രൂപ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ആരുടെ ആവശ്യമാണ്? എൻ്റെ തന്നെ ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്തായാലും എൻ്റെ ഒരു ലൈബിലിറ്റി ആയിട്ട്, എൻ്റെ വീട്ടിലിരിക്കുന്ന പ്രോപ്പർട്ടിയെ ബാധിക്കുന്ന ഒരു ലൈബിലിറ്റി ആയിട്ട് അത്
അറേസ് ചെയ്ത് വരും. പക്ഷേ കമ്പനിക്കകത്ത് അത് വരത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി എത്ര ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. റിലയൻസ് നഷ്ടം ഉണ്ടാക്കിയാൽ അവരാരും വീട്ടിൽ നിന്ന് കൊണ്ടുപോകത്തില്ല. അവർക്ക് പക്ഷേ പ്രോഫിറ്റ് ഉണ്ടായാൽ അതിൻ്റെ വീതം കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നഷ്ടത്തിന് എന്താണ്, ഈ പറഞ്ഞ പോലെ വീതിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുത്തെ ലയബിലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ ലിമിറ്റഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലയബിലിറ്റി എന്തിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്നു, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ടുവേർഡ്സ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേം വാട്ട് എവർ മേ ബി. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയിലേക്ക് നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ അതിലേക്ക് നമ്മുടെ എന്ത് ചുരുങ്ങും, നമ്മുടെ ലയബിലിറ്റി ചുരുങ്ങും. നമ്മളൊരു LLP ആണ് തുടങ്ങുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ണർഷിപ്പിൻ്റെ അടുത്ത് എന്തില്ല, ഈ പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന സാധനമില്ല, കമ്പനിയിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നൊരു LLP ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരാളൊഴികെ, അതൊരു എടുത്ത് പറയേണ്ട കാര്യമാണ്, ഒരു മെമ്പർ ഒഴികെ ബാക്കി എല്ലാവരുടെയും ലയബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ടു ദ ക്യാപിറ്റൽ എന്നായിരിക്കും. ഓക്കെ, അല്ല സോറി, ഒരാളല്ല, എല്ലാവരുടെയും ലയബിലിറ്റി എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ടു വാട്ട്, ലിമിറ്റഡ് ടു ദ ക്യാപിറ്റൽ ഷെയർ. അപ്പോൾ അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന വാക്കിൻ്റെ പ്രത്യേകത. എല്ലാവരുടെയും ലയബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അവരെത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവും, ലിമിറ്റഡ് ആയിരിക്കും. അതിനപ്പുറത്തൊരു ബാധ്യത അവർക്ക് ഒരിക്കലും വരത്തില്ല. എന്നാൽ പാർട്ണർഷിപ്പിൽ അങ്ങനെയല്ല. ബിസിനസ്സിന് നഷ്ടമുണ്ടായാൽ, അവരുടെ ഒരു ബാധ്യത ബിസിനസ്സിലുണ്ടായാൽ അത് തീർക്കാൻ അവരുടെ വീട്ടിലിരിക്കുന്ന വസ്തു വിറ്റ് വരെ കൊണ്ടുവരേണ്ടി വരും. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നത്. പാർട്ണർഷിപ്പിനേക്കാൾ മുൻതൂക്കം നൽകുന്ന ഒരു ഫാക്ടർ, മേജർ ഫാക്ടർ അതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടാത്ത പല ബെനിഫിറ്റുകളുണ്ട്. ഈ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പേര് ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, ഞാൻ പറഞ്ഞ പോലെ 10 പേര് ചേർന്നിട്ടാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. ഓക്കെ, ഈ 10 പേര് ചേർന്ന് ഈ പാർട്ണർഷിപ്പ് ഫേം തുടങ്ങി. ഈ 10 പേരും വയസ്സായി മരണപ്പെട്ടു, ഇല്ലെങ്കിൽ പല കാരണങ്ങളോട് അടിച്ചു പിരിഞ്ഞു പോയി. അവർ പിരിഞ്ഞു പോയാൽ എന്ത് തീരും, ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ഫേം തീരും. അവർ തന്നെ പോകണമെന്നില്ല. ഇതിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പാർട്ണർഷിപ്പ് ഫേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നിയമം പറയുന്നത്. പിന്നെ ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ 9 പേര് വെച്ച് പുതിയൊരു പാർട്ണർഷിപ്പ് വീണ്ടും തുടങ്ങണം. കാര്യം ആ നേരത്തെ പറഞ്ഞ പാർട്ണർഷിപ്പ് ഫേം ആവണമെങ്കിൽ ആ 10 പേര് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താവും, അതിന് നിലനിൽപ്പില്ലാതെ ആവും. പിന്നെ ബാക്കിയുള്ള 9 പേര് ഒന്നും കൂടെ പുതിയ ടേംസും കണ്ടീഷൻ അല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരാൾ പോയി കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന റേഷ്യോയിലെ മാറ്റം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക, അതൊന്നും പേടിക്കണ്ട. ഒരാൾ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നേരത്തെ നമ്മൾ ഇന്ന റേഷ്യോയിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്തിട്ടിരുന്നു, ഇനി മുതൽ നമ്മൾ ഇന്ന റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ കരാറൊക്കെ ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ LLP അങ്ങനെയല്ല. LLP ഒരു കമ്പനി എന്ന പോലെ എന്തുണ്ട്, സെപ്പറേറ്റ് പെർപെക്ച്വൽ ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അത് നമ്മളെ കമ്പനി പോലെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് അംഗീകരിക്കപ്പെടും. ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് അംഗീകരിക്കപ്പെട്ടാലോ ഒരു വ്യക്തിക്ക് കിട്ടുന്ന, ഒരു കമ്പനിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആർക്കും നേടിയെടുക്കാൻ പറ്റും, LLPക്കും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മേജർ പോയിൻറ്റ്. ഞാൻ ഒരു പോയിൻ്റ് പറഞ്ഞു, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. രണ്ടാമത്തെ അതിൻ്റെ എക്സിസ്റ്റൻസ്. ഒരു കമ്പനി, ഒരു ബോഡി, കോർപ്പറേറ്റ് പോലുള്ള ഒരു എക്സിസ്റ്റൻസ് LLPക്കുണ്ട്. പാർട്ണർഷിപ്പ് ഇല്ലാത്തൊരു സാധനം LLPക്കുണ്ട്. മേജർ 2 പോയിൻ്റ് പറഞ്ഞു. ഇനി മൂന്നാമത് പറയാനുള്ള പോയിൻ്റ്, ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നോക്കി ഒരുപാട് പോയിന്റുകൾ കാണും, ബട്ട് മേജർ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ആ മേജർ ഐഡിയ മാത്രം നിങ്ങൾക്ക് തരിക എന്ന ഉദ്ദേശമാണ് എനിക്കുള്ളത്. മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പാർട്ണർഷിപ്പാണ് തുടങ്ങുന്നതെങ്കിൽ, ഓക്കെ, നമ്മളൊരു പാർട്ണർഷിപ്പാണ് തുടങ്ങുന്നതെങ്കിൽ ബാങ്കിങ് ആണെങ്കിൽ ഇത്ര ആൾക്കാരും, നോൺ ബാങ്കിങ് ആണ് ഇത്ര ആൾക്കാർ, അങ്ങനെ ഒന്നും എവിടെയില്ല, LLPക്കകത്തില്ല. LLPക്കകത്ത് 2 പേരെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് എടുക്കും. ഓക്കെ, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ മീൻസ് നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ ഡയറക്ടർമാരെ വേണമെന്ന് പറയത്തില്ലേ, അതുപോലെ 2 പേരെ വേണം. ഇനി എത്ര പേര് വരാമെന്ന് ചോദിച്ചാൽ നോ ലിമിറ്റാണ്, മാക്സിമം എത്ര പേര് വേണമെങ്കിലും ആകും. നമുക്ക് ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ കമ്പനി റെപ്രസെൻ്റ് ചെയ്യേണ്ടി വന്നാൽ, അങ്ങനെ 2 പേരെ നമ്മൾ എന്തായിട്ട് നിർത്തും, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, ഒപ്പിടാനുള്ള അധികാരമുള്ളവരൊക്കെ എന്ന് പറഞ്ഞിട്ട് 2 പേര് നിർത്തും, നമ്മളെ കമ്പനിയിലെ ഡയറക്ടറിന് തുല്യമായിട്ട്. പക്ഷേ എത്ര പേര് മാക്സിമം വരാമെന്നതിന് ഒരു ലിമിറ്റുമില്ല. എവിടെയാണ് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ. ഇത് ഫോം ചെയ്യാൻ എന്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനി തുടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടില്ല. കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ടെന്നൊരു വിധത്തിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തല്ല, കമ്പനി തുടങ്ങുന്ന പോലെ ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാണ്? കമ്പനി തുടങ്ങുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അടിസ്ഥാനത്തിലാണ്. 2013 അമെൻമെൻറ്റാണ്. 1956 ആദ്യം വന്നത്, പിന്നെ പല ചേഞ്ചസ്, പല ബില്ലുകളും വന്ന് 2013 ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരമാണ്
എന്നാൽ LLP, നമ്മൾ LLPനെ ഭരിക്കുന്നത് LLP 2008 എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്. ഓക്കെ, 2008 രൂപം കൊണ്ടതാണോ? പിന്നീട് പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും അപ്ഡേറ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതല്ലേ ഏറ്റവും പുതിയതെന്ന് തോന്നുമല്ല, ഇത് പല ചേഞ്ചസും വന്ന് അപ്ഡേറ്റ് ആയ വെർഷനാണെന്ന് വേണമെങ്കിൽ പറയാം. LLP എന്ന് പറഞ്ഞാൽ എന്താണ്? 2008 നിലവിൽ വന്ന ഒരു ആക്റ്റാണ്. സോ അത് ഈ പറഞ്ഞ കമ്പനീസ് ആക്ടിൻ്റെ എല്ലാ പോരായ്മകളും മറികടക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഈ പറഞ്ഞ പോലെ ഗുലുമാലകളൊന്നുമില്ല LLPക്ക്. വളരെ എളുപ്പമാണ് കമ്പനി ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ LLP എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടി, ഓക്കെ, ഞാൻ ആ വാക്കുകൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി ഒരു കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും ആസ്വദിച്ചുകൊണ്ട്, ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി എല്ലാ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും ആസ്വദിച്ചുകൊണ്ട് പാർട്ണർഷിപ്പിൻ്റെ മെമ്പേഴ്സിൻ്റെ ലിമിറ്റേഷൻ മറികടന്നുകൊണ്ട് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ LLP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് LLPയെ കുറിച്ചൊരു ബേസിക് ഐഡിയ എന്നുള്ളത്. LLP നമ്മളെ കമ്പനി പറഞ്ഞ പോലെ ഫോർമേഷനും ഡിസൊല്യൂഷനും ഒക്കെ അതിൻ്റേതായ രീതികളുണ്ട്. അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ആപ്പിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്ന നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തിയറിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതൊന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഈസ് ആൻ യുണീക്ക് ബിസിനസ് സ്ട്രക്ചർ. 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കൗണ്ടിങ് ആസ് എ ബിസിനസ് ഇൻ ഇന്ത്യ ഡബിൾ എൻട്രി സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആർക്കൊക്കെ തുടങ്ങാമെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് പറയുന്ന സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ അൺസൗണ്ട് മൈൻഡോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലാത്ത ഏത് സാധാരണക്കാരനും തുടങ്ങാൻ പറ്റും. മിനിമം നമ്പർ 2 ആണ്. മാക്സിമത്തിന് എന്തില്ല, ലിമിറ്റേഷൻ പറയുന്നില്ല. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് 2 പേര് മിനിമം കാണണം. അവർ ഇന്ത്യയിൽ റെസിഡ് ചെയ്യുന്നവരായിരിക്കണം, ഇന്ത്യയിൽ താമസിക്കുന്നവരായിരിക്കണം. റെസിഡൻ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നത് മാത്രം എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല. അതിൻ്റേതായ ഡെഫിനിഷൻ ഇൻകം ടാക്സ് ആക്ട് പറയുന്നുണ്ട്. നമ്മളതിൽ എത്ര ഡെപ്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. LLP ഒരു ബോഡി കോർപ്പറേറ്റാണ്, ഒരു കമ്പനി പോലെ നിലനിൽക്കുന്നു. പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. എന്താണ് അതിന്? ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ മരിച്ചു പോയാലും അല്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോയാലും ആ ഒരു കമ്പനി, ആ ഒരു ബിസിനസ്, ഫോം ഓഫ് ബിസിനസ് അവിടെ തന്നെ നിലനിൽക്കും. പാർട്ണർഷിപ്പ് അങ്ങനെയല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. LLP എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഒരു കോമൺ സീല് എടുക്കാൻ പറ്റും കമ്പനികൾക്ക് ഉള്ള പോലെ. മിനിമം നമ്പേഴ്സ് മാക്സിമം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ബാക്കിയൊക്കെ ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഈസി ടു ഫോം, എല്ലാവർക്കും ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു തെറ്റുണ്ട്. അത് ഇതിൻ്റെ കാര്യം LLP അല്ല, വേറൊന്നിൻ്റെ കാര്യമായിരുന്നു. ലിമിറ്റഡ് ലയബിലിറ്റി എല്ലാവർക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ലിമിറ്റഡ് ലയബിലിറ്റി. നമുക്ക് മറ്റേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വരുമ്പോഴാണ് ഒരാൾക്ക് മാത്രം അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയത്തില്ല എന്താണ് അവരുടെ ഒരു നോട്ടമെന്ന് അറിയത്തില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർ. അതുകൊണ്ട് തിയറി പലതും പറയുന്നുണ്ട്. എല്ലാം ലീഗൽ സൈഡാണ്, അതുകൊണ്ട് ഞാൻ അത്ര അടുത്തേക്ക് പോകുന്നില്ല. നമ്മൾ അക്കൗണ്ടിങ് ആണല്ലോ. ഇതിപ്പം ലീഗൽ ആയിരുന്നെങ്കിൽ നമ്മുടെ ലീഗൽ അല്ലെങ്കിൽ BRF ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സൈഡിൽ നിന്നായിരുന്നെങ്കിൽ ഇതൊക്കെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് സ്റ്റിൽ LLP ആയതുകൊണ്ട് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഈ സാധനം പറയാനാണ് ഞാൻ ഒത്തിരി ഓടി വന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ണർഷിപ്പ് ഫേമും ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് സാധാരണ ഒരു കമ്പനി നോക്കാം. LLPനെ ഭരിക്കുന്നത് ആരാണ്? 2008 LLP ആക്റ്റാണ്. പാർട്ണർഷിപ്പ് ഫേമിനെ 1932 ആക്റ്റാണ്. ഇതൊരു ബോഡി കോർപ്പറേറ്റാണ്. LLP എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റാണ്. എന്നാൽ പാർട്ണർഷിപ്പ് അങ്ങനെയല്ല. LLPക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. പാർട്ണർഷിപ്പ് ഫേമിന് എന്തില്ല, ലീഗൽ എൻറ്റിറ്റി ഒന്നുമില്ല. നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ പേരിലായിരിക്കും ലീഗലി അറിയപ്പെടുന്നത്. ക്രിയേറ്റഡ് ബൈ എ ലീഗൽ പ്രോസസ് കോൾഡ് രജിസ്ട്രേഷൻ. ഇവിടെ എന്താണ്, അവർ നമ്മൾ എഗ്രിമെൻറ്റ് മതി. LLP പ്രോപ്പർ രജിസ്ട്രേഷനും കാര്യങ്ങളുണ്ടാവും, നിർബന്ധമാണ്. ഇവിടെ രജിസ്ട്രേഷൻ വേണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. ബിസിനസ് എന്തും ചെയ്യാമല്ലോ. ഹാംഫുൾ അല്ലാത്ത എന്ത് ബിസിനസ്സും രജിസ്ട്രേഷൻ ഇല്ലാതെ പാർട്ണർഷിപ്പിൻ്റെ പേരിൽ പോകും. നമ്മൾ ഇ-കൊമേഴ്സിൻ്റെ നിലവിലെന്തില്ല, രജിസ്റ്റേർഡ് ഒന്നുമല്ല, അല്ല ചെയ്തതിന് തടസ്സമൊന്നുമില്ല. പിന്നെ ആർക്ക് LLPക്ക് എന്തുണ്ട്? പെർപെച്വൽ സക്സഷൻ, അതായത് അനന്തമായ നിലനിൽപ്പുണ്ട്. കാര്യം എന്താണ്, ഓണേഴ്സ് വിട്ടുകൊണ്ട് പോയാലും മരിച്ചു പോയാലും കളഞ്ഞുകൊണ്ട് പോയാലും എന്താണ്, ബിസിനസ് അവിടെ നിലനിൽക്കും. എന്നാൽ പാർട്ണർഷിപ്പ് അങ്ങനെയല്ല. നമ്മളെ പേരിൻ്റെ ബാക്കിൽ LLP എന്ന് വരണം. എന്നാൽ ഇവിടെ പേരിൻ്റെ ബാക്കിൽ പാർട്ണർഷിപ്പ് എന്ന് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ LLPയിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഇവിടെ അങ്ങനെയല്ല, അൺലിമിറ്റഡ് ആണ്. നമ്മളെ കടങ്ങളെല്ലാം വീട്ടും വരെ നമ്മളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. ഒരു മ്യൂച്വൽ ഏജൻസി ആയിട്ട് അല്ല വർക്ക് ചെയ്യുന്ന ആരാണ് നമ്മുടെ LLP വർക്ക് ചെയ്യുന്നത്. കാര്യം എന്താ,
എല്ലാവർക്കും ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. മറ്റതങ്ങനെയല്ല, തമ്മിലൊരു ഏജൻസി ബേസിസിലായിരിക്കും പോകുന്നത്. ഇവിടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞ സാധനം നിർബന്ധമാണ് LLPയിൽ. പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് എന്തില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കോമൺ സീല് ഉണ്ടാവും, അവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഓൺലി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് റെസ്പോൺസിബിൾ. എല്ലാ നിയമപരമായ കാര്യങ്ങളും ചെയ്യാൻ ആരാണ്? ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആയിരിക്കും റെസ്പോൺസിബിൾ. ഇവിടെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ എല്ലാവരും, ഇല്ലെങ്കിൽ അതിന് വേണ്ടി ഒരാൾ നമ്മൾ വച്ചിട്ടുണ്ടാവും. ചിലർ വർക്കിംഗ് പാർട്ട്നേഴ്സായിട്ട് വച്ചിട്ടുണ്ടാവും, അവരായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. LLP റിക്വയർഡ് ടു ഫയൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. അതെ, ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഫയൽ ചെയ്യണം നിർബന്ധമാണ്. പാർട്ണർഷിപ്പിന് അങ്ങനെയൊന്നുമില്ല. പിന്നെ മൈനറിന് ഒരിക്കലും LLPയിലേക്ക് പാർട്ടാക്കാൻ പറ്റും. പാർട്ണർഷിപ്പ് പറഞ്ഞല്ലോ, നമുക്ക് രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. LLP അങ്ങനെയല്ല, കുറച്ചും കൂടെ ഒരു ഫോമലായിട്ടുള്ള രീതിയാണ്. ഇനി കമ്പനിയായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. LLP ആക്റ്റാണ്, കമ്പനീസ് ആക്റ്റാണ് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. പാർട്ട്നേഴ്സായിട്ട് തന്നെ നമ്മൾ നിലനിൽക്കും. ശ്രദ്ധിക്കുക, ഓണേഴ്സ് അല്ല, നമ്മൾ കമ്പനി ഓണേഴ്സ് അല്ല, ആ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സായിട്ട് തന്നെ നിലനിൽക്കും. ഇവിടെ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് അഥവാ ഓണേഴ്സായി മാറുന്നു കമ്പനിയിൽ. ഇവിടെ നമ്മൾ എഗ്രിമെൻറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മൾ കമ്പനിയുടെ ഇൻറ്റേർണൽ നിയമം നോക്കുന്നത്. ഇവിടെ നമുക്ക് നിയമപരമായിട്ട് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനൊക്കെ തുടങ്ങേണ്ടി വരും. LLPയിൽ അങ്ങനെയൊന്നുമില്ല. LLPയുടെ പേര് LLP എന്നറിയപ്പെടും, മറ്റൊരു പ്രൈവറ്റ് കമ്പനി എന്നറിയപ്പെടുന്നത്. ഇവിടെ മിനിമം 2, മാക്സിമം നോ ലിമിറ്റ്. LLPയിൽ പ്രൈവറ്റ് കമ്പനി അറിയാലോ, 2 മാക്സിമം എത്ര വരെ പോവാം? 200 വരെ പോവാം. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7, മാക്സിമം ലിമിറ്റ് ഇല്ല. മാക്സിമം ലിമിറ്റ് ഇല്ലാതാണെങ്കിൽ നമുക്ക് പബ്ലിക് കമ്പനി ആയാൽ പറ്റും. പബ്ലിക് കമ്പനി ആകുമ്പോഴെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല കേട്ടോ. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6-7 വർഷം മിനിമം നിലനിന്ന് ശേഷമേ അത്രയും നല്ലൊരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് കാണിക്കാൻ പറ്റിയാൽ നമുക്ക് പബ്ലിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനിക്ക് നോ ലിമിറ്റ് ഓഫ് മെമ്പറിലേക്ക് പോകാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. അതാണ് വളരെ സിമ്പിളായിട്ടൊരു LLPക്ക് കിട്ടുന്നത്. പിന്നെ ലയബിലിറ്റി ഓഫ് പാർട്ട്ണർ ഇസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എഗ്രീഡ് കോൺട്രിബ്യൂഷൻ. ഇവിടെ എന്താണ്? അൺപെയ്ഡ് ഷെയർസ്. അവർക്കിപ്പോൾ ഷെയറിൻ്റെ എമൗണ്ട് അൺപെയ്ഡായിട്ട് ബാക്കിയെല്ലാം കിടപ്പുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും പോയിട്ട്, മനസ്സിലായില്ലേ? നമുക്ക് എക്സ്റ്റേണലി കൊടുക്കേണ്ടി വരാമെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയുടെ ഷെയർ എടുത്തിട്ട്, ഇതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകത്തില്ല, പക്ഷേ തിയററ്റിക്കലി പറയുന്നതാണ്. 80,000 രൂപ ഇവർ എന്ത് ചെയ്തിട്ടുള്ളൂ? 1 ലക്ഷം രൂപ ഷെയർ എടുത്തു, 80,000 കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 20,000 കൊടുക്കാൻ കടം, ബാക്കി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരു നഷ്ടം ഉണ്ടായാൽ അത് എത്ര കോടികളിലായിക്കോട്ടെ, ആ ഇൻഡിവിജ്വൽ ഒരാൾക്ക് എത്ര കൊടുത്താൽ മതി? അയാൾ കൊടുക്കാനുള്ള ആ 20,000 കൊടുത്താൽ മതി. അതിനാണ് അൺപെയ്ഡ് ഷെയർസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അൺപെയ്ഡ് എമൗണ്ട് കൊടുക്കാൻ ഇവർക്ക് ബാധ്യത ഉണ്ടാകത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ആരും ചോദിക്കാനുള്ള അധികാരം കമ്പനിയിലില്ല. ഇതേ സാധനം തന്നെയാണ് എവിടെയും വരുന്നത്, നമ്മുടെ പിന്നെ LLPയിലും വരുന്നത്. പക്ഷെ അവിടെ എന്ത് പറയുന്നില്ല, ഈ പറഞ്ഞ പോലെ അൺപെയ്ഡ് ഷെയർസ് എന്ന് പറയുന്നില്ല. പകരം എന്താ പറയുന്നത്? എത്രയാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുള്ളത്, അവർ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പോകുന്നത്. അല്ല, കമ്പനി അങ്ങനെയല്ല. കമ്പനിക്ക് പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ട്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പിന്നെ വേറെ ലീഗൽ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിയമമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞ എത്രയാണോ എമൗണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകാം. ദെൻ ഇവിടെ കമ്പനിക്കകത്തൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാണും. ഇവിടെ അങ്ങനെയൊന്നും കാണത്തില്ല, പാർട്ട്നേഴ്സ് തന്നെ ആയിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ കമ്പനിയുടെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്, എന്നാൽ കമ്പനിയുടെ അത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് LLP. പാർട്ണർഷിപ്പിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ പോകാൻ പറ്റും. അപ്പോൾ ഒരു ബെറ്റർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. LLP ഇമ്പോർട്ടൻ്റ് ആണ് തിയറിറ്റിക്കലിയും. അല്ലാതെ നിങ്ങൾ ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ചിന്തിക്കാം, എന്തുകൊണ്ട് LLP തുടങ്ങിക്കൂടാ എന്ന് ചിന്തിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.